സോറി. അപ്പോൾ ഭാഷ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാന വിഭജനമാണ് നമുക്ക് ഏറ്റവും കുഴപ്പമുണ്ടാക്കിയത്. പക്ഷെ ആ സന്ദർഭത്തിൽ ഇന്ത്യ വിഭജനമൊക്കെ കൊണ്ടോട് ഇതിനേക്കാൾ വലിയ കലുഷിതം ലക്ഷങ്ങൾ മനുഷ്യരെ കൊന്നു സമയത്ത് അന്നത്തെ ബുദ്ധിയുള്ള നേതാക്കൾ ഒരു തീരുമാനം എടുത്ത് ഭാഷ അടിസ്ഥാനത്തിൽ പിന്തിരിക്കുക. അങ്ങനെയാണ്, അത് തെറ്റാണ്. അത് ഞങ്ങൾ പറഞ്ഞൊരു നോർമൽ എന്നറിയോ, ജനസംഖ്യയുടെയും വിസ്തീർണത്തിനും ഏകദേശം ഒരു കണക്കെടുത്ത് കണ്ടമാനം വിസ്തീർണം കൂടാൻ പാടില്ല, കണ്ടമാനം ജനസംഖ്യ കൂടാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് നമുക്ക് നല്ലത്. അങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം അതുപോലെ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയാക്കണം എന്ന് പറയുന്നത് അത് ഒരു മുസ്ലിം ലീഗ് പറയുമ്പോൾ അതൊരു മറ്റ് പ്രശ്നങ്ങൾക്ക് വരും. അതുകൊണ്ട് മൊത്തത്തിൽ ജില്ലാ വിഭജനം ഏതാണ്ട് വിസ്തീർണത്തിൻ്റെയും ജനസംഖ്യ അടിസ്ഥാനിക്കണം. ഇപ്പോൾ ചില ജില്ല വിസ്തീർണം വളരെ കൂടുതൽ, പക്ഷേ ജനസംഖ്യ വളരെ കുറവ്. ചില ജില്ല ജനസംഖ്യ വളരെ കൂടുതൽ, വിസ്തീർണം വളരെ കുറവ്. ഇപ്പോൾ മലപ്പുറം ഉദാഹരണം. അങ്ങനെ മാറ്റി വെച്ച് ഏതാണ്ട് തുല്യമായിട്ട് 100% കൃത്യമായിട്ട് കിട്ടില്ല എങ്കിലും ഒരു വലിയ ഏറ്റക്കുറവും ഇല്ലാതെ ഒരു ചെയ്യാം. അല്ലെങ്കിൽ തന്നെ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കുന്നതിന് എന്താണ് തെറ്റ്? അഥവാ അതിനേക്കാൾ ഉചിതമായി വേറൊരു മാർഗം ഉണ്ടെങ്കിൽ, വേറൊരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അപ്പോൾ ഏതായാലും മലപ്പുറം ജില്ലയുടെ വ്യാപ്തി ഒന്ന് കുറക്കുക നല്ലതാണ്. അത് പല കാര്യങ്ങൾക്കും നല്ലതാണ്. ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും ചെറിയ ജില്ല, മലപ്പുറത്തെ വഴി എത്തിയോ ചെറുതാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. അതുകൂടാതെ ഇപ്പം മുസ്ലിം ലീഗിനെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രി ആക്കിക്കൊണ്ട് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM-ൻ്റെ ഒരു ക്രിസ്ത്യൻ നേതാവ് റെജി ലൂക്കോസ് ആധികാരികമായിട്ട് CPM-ന് വേണ്ടി വാദിക്കുന്ന ആളാണ്. എവിടെ ചെന്നെത്തി കാര്യങ്ങൾ? കാലാകാലങ്ങളിൽ സങ്കുചിതമായ രീതിയിലും വർഗീയമായ രീതിയിലും ചെയ്യുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അവർക്ക് നിലനിൽപ്പ് വേണ്ടി, അവർക്ക് അനുകൂലം കിട്ടാൻ വേണ്ടി ചെയ്യുകയും ചെയ്യും. അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മുസ്ലിം ലീഗ് എന്നൊരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ തന്നെ എല്ലാ അപകടങ്ങളും കാരണമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്ത് പറഞ്ഞാലും മുസ്ലിം ലീഗ്, എന്ത് പറഞ്ഞാലും മുസ്ലിം ലീഗ് എന്നാൽ അവർക്ക് വായു തുറക്കാൻ പറ്റില്ല. ഒരു ജില്ല രൂപീകരണം, ഇപ്പോൾ പാലക്കാട് ജില്ല, വയനാട് ജില്ല, തൃശ്ശൂർ ജില്ല, പത്തനംതിട്ട ജില്ല, പിന്നെ കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ലയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. മലപ്പുറം ജില്ല വേണം എന്ന് പറഞ്ഞപ്പോൾ അത് കൊച്ചു പാകിസ്ഥാനി, അത് തന്തയില്ലായ്മ. അതിനൊക്കെ ഒരു കാരണമല്ല ഈ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം, മുസ്ലിം ലീഗ് എന്നുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണോ കാക്ക ലീഗ് കഞ്ഞൊക്കെ നിങ്ങൾ പേര് മാറ്റാത്തത്? ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ ഗൗരവത്തിലും ശക്തമായിട്ടും എതിർപ്പോടി കാര്യകാരണ സഹിതം പറയുകയാണ്. മണ്ടന്മാരെ, മണ്ട ശിരോമണികളെ, നിങ്ങളിപ്പോൾ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ശ്രമം നടത്തണമല്ലോ. ആദ്യം നിങ്ങൾ സതീശനാക്കാൻ നോക്കി, അത് കഴിഞ്ഞ് പിന്നെ രമേശിനാക്കാൻ നോക്കി, അങ്ങനെ എല്ലാവരും ആക്കാൻ നോക്കി, ഏതെങ്കിലും നായരെ ആക്കാൻ നോക്കി. ഈടോ കുഞ്ഞാക്ക മുസ്ലിം ലീഗിൻ്റെ കള്ളന്മാരെ അല്ലെങ്കിൽ ബുദ്ധിശൂന്യരെ. നായർ വിഭാഗം കേരളത്തിൽ എത്തിയിട്ടുണ്ടോ? ആകെ വോട്ടിംഗ് പാറ്റേൺ പറയാണ്, ആകെ 9% നായർ വിഭാഗമുള്ളത്. കുഞ്ഞാക്കാക്കും ലീഗുകാർക്കും ഇനി നിങ്ങളെ റോഡിലിട്ട് തല്ലിട്ട് ഗതികേട് വരും. ഇനിയും നിങ്ങളെ പേര് മാറ്റിയില്ലെങ്കിൽ ആകെ 9% ഉള്ളത് കേരളത്തിൽ. അതിൽ 50% കഴിഞ്ഞ പ്രാവശ്യം BJPക്കായിട്ട് വോട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വരെ BJPക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവർക്ക് ഈ 19% വോട്ട് എങ്ങനെ കിട്ടുമ്പോൾ കളക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ അത് 75% ആക്കും. അതിലൊരു 5% കുറയും. കാരണം ഇപ്പോൾ NSSൻ്റെ പേടിച്ചിട്ടാണെങ്കിലും NSSൻ്റെ സുകുമാരനായത് അതിന് പേര് അയാൾ എന്തോ ഒരു കുറ്റം പറഞ്ഞു. CPM-ന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5% കുറയും. അപ്പോൾ 70% ചെയ്യപ്പെടും. ആ 70% ബാക്കി 30%. ഇവിടെ കുഞ്ഞാക്ക ബാക്കി 30% തന്നെ 9% 30% എത്രയുണ്ട്? 2.7 എന്ന് പറഞ്ഞാൽ 100 നായർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 നായർ വോട്ടാണോ കോൺഗ്രസ് യൂണിയന് കിട്ടുന്നത്? ആ കണക്ക് ഞാൻ പറഞ്ഞാൽ 100 7 ഒരു വോട്ടാണ് കിട്ടുന്നത്. അപ്പോൾ 100 നായർ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടുന്ന ഈ നായർ വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണോ കേരളം ഭരിക്കാൻ പോകുന്നത്? എങ്ങനെയത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? ശക്തമായിട്ട് പറയാം, കുഞ്ഞാക്കയുടെ നെറികെട്ട പാർട്ടിയും ശക്തമായിട്ട് പറയാണ്,
അതായത് ജാതിപ്പേര് മാറ്റി നിങ്ങൾ ദേശീയതയിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ തല്ലുന്ന കാലം വിദൂരമല്ല ആൾക്കാർ. എന്തിനും കുറ്റം നിങ്ങളാണ്. ഞങ്ങൾ ഒരു കാര്യം വളരെ പരസ്യമായിട്ട് പറയാം, മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പും അതെന്താണെന്നറിയോ, ഇടതുപക്ഷം നിലനിർത്തണം, വലതുപക്ഷം ജയിക്കണം, ഇതാണ് ഞങ്ങളുടെ പോളിസി. രണ്ട് ടാസ്ക്കാണ് അത്. ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷം അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജനസംഖ്യ ആനുപാതികമായ സ്ഥാനമാനങ്ങൾ കൊടുക്കണം. മറ്റൊന്ന്, 2 പ്രാവശ്യക്കുള്ളിൽ ജയിച്ചവർക്ക് പിന്നെ അവസരം കൊടുക്കരുത്. ഈ 2 കാര്യം നിങ്ങൾ നടത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് UDF ജയിക്കാനുള്ള സംവിധാനം നിൽക്കാൻ പറ്റുള്ളൂ. അതിന് ഉപരിയായിട്ട് നിങ്ങൾ മുസ്ലിം, അതായത് 2 കാര്യം പറയാം. അതായത് ഈ LDF നിലനിർത്തണം വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം. മറ്റ് UDF അധികാരം കിട്ടിയാലേ അടുത്ത LDF നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ LDF തകരും. പക്ഷേ ഞങ്ങൾക്ക് മാത്രം UDF നിലനിർത്തുന്ന വലിയ നിർബന്ധം അല്ലെങ്കിൽ വലിയ പിന്നെ ഒരു ബാധ്യതയൊന്നുമില്ല. സാമാന്യ ബാധ്യത ഉള്ളതുകൊണ്ട് ദീർഘമായി ചിന്തിക്കുമ്പോൾ UDF ഇത്തവണ ജയിക്കുകയും തദ്വാര LDF നിൽക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ മാന്യതയും മര്യാദയും തത്വദീക്ഷയും. പക്ഷേ അത് ഞങ്ങൾക്ക് മാത്രം കുത്തിയൊന്നുമില്ല. നിങ്ങൾ തോന്നിയാസം കാണിക്കുന്ന പറയാണ് 2 പ്രാവശ്യത്തിൽ കൂടി ജയിച്ച് ആൾക്കാർക്ക് സ്ഥാനമാനം കൊടുക്കരുത്, മത്സരിക്കുന്ന സ്ഥാനത്തിന് കൊടുക്കരുത്. മറ്റു ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 9% ആസം കൊടുക്കും, 10% കൊടുക്കണം, 30%. അങ്ങനെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്യണം. ഈ കുഞ്ഞാക്ക മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയതയിൽ വരികയും ചെയ്യണം. ഈ 3 കാര്യം ചെയ്തില്ലെങ്കിൽ LDF ജയിച്ചോട്ടെ, ഞങ്ങൾ അത് എതിർക്കില്ല. അത് തന്നെയല്ല, അങ്ങനെ വന്നാൽ 2 പ്രാവശ്യം ജയിച്ചവർക്ക് പരമാവധി നിങ്ങൾ സീറ്റ് കൊടുത്താൽ, കുഞ്ഞാക്ക മുസ്ലിം എന്ന പേര് മാറ്റിയില്ലെങ്കിൽ, പിന്നെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സീറ്റ് വിഭജിച്ചില്ലെങ്കിൽ, ഈ 3 കാര്യം UDF ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം. ഞങ്ങളെ സംബന്ധിച്ച് CPM LDF സപ്പോർട്ട് കൂടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഞങ്ങൾ ഈ സത്യാവസ്ഥ പറയും. ഈ സത്യാവസ്ഥ പറയുമ്പോൾ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി വോട്ട് ചെയ്യും. അവിടെ എന്താണെന്നറിയോ, ജനസംഖ്യയ്ക്ക് ആനുപാതി വേണം ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ല മുസ്ലിംക്ക് വേണം പറയുന്നില്ല. അങ്ങനെ ഒരു ഭൂരിപക്ഷം ജനങ്ങളുള്ള ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ലേ? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ LDF വോട്ട് പോകുന്നത്. ആ കാരണം കൊണ്ട് LDF ജയിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത് LDF അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ LDF നശിക്കാൻ സാധ്യതയുണ്ട്. BJP ഒരു വരട്ടെ, അല്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കുകയാണെങ്കിൽ, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, മുസ്ലിം ലീഗ് ഇതുപോലെ തെമ്മാടിത്തരം, ധിക്കാരവും അഹങ്കാരവും അറിവില്ലായ്മ അജ്ഞതയും ഇത് ചെയ്താൽ പിന്നെ നശിക്കാൻ വല്ലതുണ്ടോ? അറിവില്ലായ്മയും അജ്ഞതയും അഹങ്കാരം വന്നാൽ നശിക്കാൻ ഒരു പ്രയാസമില്ല. ഇന്ന് മുസ്ലിം ലീഗിൽ അതാ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരക്ഷരം പറയാൻ പറ്റില്ല, പറഞ്ഞല്ലേ. കാരണം നിങ്ങൾ മുഖ്യമന്ത്രി ആകുന്നു എന്നാണ് ടോണി റൂക്കോസ പറയുന്നത്. എന്താണ് ഹിന്ദു സമുദായത്തെ ഒന്നിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ UDF. പക്ഷെ വാസ്തവത്തിൽ എന്താ വേണ്ടത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? പക്ഷെ നിങ്ങളെ മുസ്ലിം ലേബലിലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ദേശീയതയിൽ നിൽക്കണം. അത് ഞാൻ ശക്തമായിട്ട് പറയുന്നത്. ഇവിടെ CPM മുഖ്യമന്ത്രി സ്ഥാനം വരുന്നു, ആരൊന്നും പറയുന്നില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം പറയുന്നു, ആരൊന്നും പറയുന്നില്ല. BJP മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നു, ആരൊന്നും പറയുന്നില്ല. നിങ്ങൾ മാത്രം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ആഗ്രഹിക്കത്തില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കത്തില്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ ലൂക്കോസൊക്കെ ചെയ്യുമ്പോഴേ നിങ്ങളെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്ന ജാതി പാർട്ടി, മതപ്പാർട്ടി ഉണ്ടായിട്ടാണ്. എന്തുകൊണ്ട് നിങ്ങളത് മാറ്റുന്നില്ല? നിങ്ങൾക്കത് നെറുകേട് മനസ്സിലായോ? ഈ സമുദായത്തെ പറ്റി കുഴപ്പമെന്ന് മനസ്സിലായോ നിങ്ങളുടെ കാരണം? നിങ്ങളെന്ത് നേടി 80 വർഷം കൊണ്ട്? പലരും ചോദിക്കും നിങ്ങളെന്താ ലീഗിനെ എതിർക്കുന്നത്? ലീഗിനെ അല്ല ഞങ്ങൾ എതിർക്കുന്നത്. മുസ്ലിം ലീഗിലെ മുസ്ലിം എന്ന വാക്ക് മാറ്റാനേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ദേശീയതയിൽ വരണം, ഒരു ദേശീയ പ്രസ്ഥാനമായി വരണം, ജാതിക്കും മതത്തിനും അതീതമായിട്ട്. അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം. ഇവിടെ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടുന്ന പാർട്ടിക്ക് മുഖ്യമന്ത്രി കൊടുക്കാൻ നിങ്ങൾ ക്യൂ നിൽക്കുമ്പോൾ, എടോ മണ്ടന്മാരെ, 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കോൺഗ്രസ് കിട്ടുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുമ്പോൾ, ക്യൂ നിൽക്കുമ്പോൾ, എടോ 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ട് കിട്ടുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. അതാണ് മുസ്ലിങ്ങൾ പറയുന്നത്. അവർക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയിക്കൂടാ? വൈ നോട്ട്? അതൊരു ഏക തടസ്സമാണ്. നികൃഷ്ട എന്ന് പറയേണ്ടി വരും. കണ്ട് പിണറായി പറഞ്ഞ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ ആകെയില്ല, നിങ്ങൾ മറ്റൊരാക്കിയില്ല. ഒരു ദേശീയ മുസ്ലിം നിങ്ങൾ മുഖ്യസ്ഥാനം കൊടുക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ആകെയിൽ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ചോദിക്കാറില്ല. നിങ്ങൾ ചോദിക്കാതെ ഒരു ഉപ മുഖ്യമന്ത്രിയാണ്.
അത് മാറ്റണമെന്നല്ല, വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. അല്ല, മുസ്ലിം ലീഗ് തങ്ങളെ ഒന്നും നമ്മൾ കുറ്റം പറഞ്ഞില്ല. ആ മുസ്ലിം എന്ന പേര് നിങ്ങൾ മാറ്റണം. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥ മനസ്സിലാക്കാം. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ആത്മാർത്ഥ ഞങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നു. പ്രശ്നം വളരെ ഗൗരവമാണ്. ഇവർ മൊയ്തീൻ ഷാ എന്നല്ല, ഇന്ത്യയിൽ 1 കോടിയിൽ പരം മുസ്ലിങ്ങൾ പുറത്ത് നിൽക്കാണ്, ലീഗ് പുറത്ത് നിൽക്കാണ്. 1 കോടിയിൽ പരം മുസ്ലിങ്ങൾ, 1 2 ഇല്ല. അവരുടെ ആഗ്രഹം വികാരമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ആരോട് പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക സ്നേഹവും ഇല്ല. ഞങ്ങൾ അന്ധമായിട്ട് RS വിരോധികളുമില്ല, BJP വിരോധികളുമില്ല. ഞങ്ങൾ എതിർക്കുന്ന പറയുന്ന പോലെ പ്രശ്നാധിഷ്ഠിതമാണ്. ഒരു വിഷയം എടുത്താൽ ആ വിഷയത്തിൽ എന്താണ് ആ പാർട്ടി നിലപാട്, അതിനെതിരെ ഞങ്ങൾ സംസാരിക്കുന്നത്. അങ്ങനെ വരുന്ന വീട്ടിൽ RS വിരോധമാകാം, BJP വിരോധമാകാം, കോൺഗ്രസ് വിരോധമാകാം, കമ്മ്യൂണിസ്റ്റ് വിരോധമാകാം, ലീഗ് വിരോധമാകാം. അല്ല, അന്ധമായിട്ട് ലീഗ് സ്നേഹമോ കോൺഗ്രസ് വിരോധമോ ഒന്നും അല്ല. അന്ധമായ RSS വിരോധമോ അല്ലെങ്കിൽ BJP സ്നേഹമോ അല്ല. പ്രശ്നാധിഷ്ഠിതമാണ് ഞങ്ങളുടെ എതിർപ്പ്. ഒരു പ്രശ്നത്തിൽ കണ്ടുകൊണ്ട് അതിലെന്താ തെറ്റുണ്ടോ നോക്ക്, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാറ്റണം. നിങ്ങൾ നശിച്ചു പോകില്ലെങ്കിൽ ഈ സമുദായം നശിക്കും. ഇപ്പോൾ 3-ാം തീയതിയിൽ ബന്ദ് മുസ്ലിം ലീഗ് നിങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു മുസ്ലിം കേരളത്തിൽ അറിഞ്ഞിട്ടില്ല. പിന്നെ ആരുണ്ടാക്കിയത്, ഏത് സംഘടന ഉണ്ടാക്കി, ആരാണ് പുറകിൽ കളിക്കുന്നത്, നിങ്ങളിത് അന്വേഷിക്കാത്തത്? മുസ്ലിം പേഴ്സൺ ലോ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പേരാണ്, വലിയൊരു പേരാണത്. അവർ ആഹ്വാനം ചെയ്താണ് പുറത്ത് കാണുന്നത്. യഥാർത്ഥ ഒരു മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് ഉണ്ട് ഇന്ത്യയിൽ. അവർ കുറെ ശക്തമാണ്. അതിൽ പല നേതാക്കളെ എനിക്കറിയാം. പക്ഷെ അവരുടെ അറിഞ്ഞിട്ടാണെന്നുള്ളൊരു ഉറപ്പ് വരുന്നില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് പറയണത് ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് നാളെങ്കിലും പറയണം, ഞങ്ങളായിട്ട് അറിഞ്ഞില്ല എന്ന്. കാരണം വെച്ചാൽ മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഇതേ പേര് ഒരു ബന്ദ് പ്രഖ്യാപിച്ചായിട്ട് ഞങ്ങൾക്കറിയില്ല. ബാബരി മസ്ജിദ് പോലും ബന്ദ് പ്രഖ്യാപിച്ചോ എനിക്കറിയില്ല. അത് വടക്ക് ചില സംസ്ഥാനങ്ങളുണ്ടായിരുന്നു തോന്നുന്നു. എന്നാലും 1 മാസം നോട്ടീസ് കൊടുത്ത ചെയ്യുന്നത് പെട്ടെന്നല്ല. ഇത് 2 ദിവസത്തിനകം ബന്ദ് പ്രഖ്യാപിക്കും. അത് വെള്ളിയാഴ്ച ദിവസം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ. വെള്ളിയാഴ്ച ദിവസം ആൾക്കാർ പള്ളിയിൽ പോകണ ദിവസമല്ലേ. ആ സമയത്ത് പള്ളിയിൽ പോകുന്ന ഒരു വിഭാഗം വരും, മറ്റൊരു വിഭാഗം എതിർഭാഗം ഒക്കെ വന്നാൽ എന്തായിരിക്കും സംഭവം? BJP പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യയെ കത്തിക്കാനുള്ള പരിപാടിയാണ്. അത് പിന്നെ ന്യൂനപക്ഷ മുസ്ലിം, ന്യൂനപക്ഷമല്ല, ഒരു മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും പറഞ്ഞ് വന്നു കഴിഞ്ഞു. അതിന് സത്യാവസ്ഥ പറയണ്ടോ കാക്ക? ലീഗുകാരെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ, നിങ്ങളെല്ലാവരും പുറകിലേക്ക് നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കട്ടെ. ഞങ്ങളെല്ലാം തന്നെ ഞങ്ങളാണെങ്കിൽ നിങ്ങൾ ആരോട് ചോദിച്ച് പിന്നെ ഈ ബന്ദ് പ്രഖ്യാപിച്ച 24 മണിക്കൂറിനകം ആരോട് കൂടിയാലോചിച്ചു? അങ്ങനെയാണെങ്കിൽ അത് സത്യാവസ്ഥയിലേക്കണം. അതൊരു വശം. അതുപോലെ മുസ്ലിം ലീഗിനോട് പറയാനുള്ളത്, നിങ്ങളാണ് എല്ലാ കുഴപ്പങ്ങളും കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് ചെയ്യുന്ന നായർ വിഭാഗമാണ് ഇന്ത്യ കേരളത്തിലുള്ളത്. അവരിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അതും മണ്ടൻ. ആദ്യം നിങ്ങൾ സതീഷിന് വേണ്ടി, പിന്നെ ശശി തരൂരിന് വേണ്ടി, പിന്നെ രമേശിന് വേണ്ടി, പിന്നെ KCക്ക് വേണ്ടി എല്ലാവരും നിങ്ങൾ വാദിച്ചു. ഇവിടെ അന്തസ് ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു വാദിച്ചു അതിൽ ഉറച്ചു നിൽക്കട്ടെ. നിങ്ങൾ വാദിച്ചില്ലേ? നാളെ അടുത്ത കാലത്ത് KC വേണമല്ലോ വാദിച്ചു. അതിനുമ്പ് ശശി തരൂരിനെ വാദിച്ചു, അതിനുമ്പ് രമേശ് വാദിച്ചു, പിന്നെ സതീഷിന് വാദിച്ചു. ഇപ്പം നിങ്ങൾ ആരാണ് ചിന്തിക്കുന്നത്? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയില്ലെങ്കിൽ, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ജയിച്ചവർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗ് എന്ന പേര് മാറ്റി ദേശീയ തലത്തിലെത്തിയില്ലെങ്കിൽ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ UDFന് എതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിക്കും. അത് ആ ശക്തമായി പ്രവർത്തിക്കുന്ന LDFന് അനുകൂലം വരുന്നത് അല്ല, BJPയിലേക്കല്ല. BJP അടുത്ത കാലത്ത് ഭരണം നോക്കില്ല. അപ്പോൾ ഭരണമില്ലാത്തത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ LDF ഞങ്ങൾ സപ്പോർട്ട്, അവരുടെ സപ്പോർട്ട് ഞങ്ങൾ കേരളം മുഴുവൻ പ്രചരണം നടത്തും. എല്ലാ മണ്ഡലത്തിലും അങ്ങനെയുള്ള മണ്ഡലങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ മണ്ഡലത്തൊക്കെ പോയി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കും. അപ്പം അങ്ങനെയുള്ള വലിയ ഇതൊന്നും കാണിക്കരുത്. ഞങ്ങൾ ചെറുതാന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ കൂടെ ഈ 1 കോടിയോളം മുസ്ലിങ്ങൾ, ലീഗാരല്ലാത്ത 1 കോടിയോളം മുസ്ലിങ്ങൾ പുറത്തു കിടപ്പുണ്ട്. ഇതിൽ ഔട്ട് ഓഫ് വേ എന്ന് പറയുന്ന പോലെ, ഔട്ട് ഓഫ് ദ വേ എന്ന് പറയുന്ന പോലെ അവർ പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു പ്രത്യേക താല്പര്യമില്ല, ഞങ്ങൾ ലീഗ് വിരോധിയല്ല, കോൺഗ്രസ് അനുകൂലം ഒന്നുമല്ല, ഞങ്ങൾക്ക് പണി ജീവിക്കുകയാണ്.
ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. മറ്റുള്ള ഈ പാമ്പ് കടിച്ച് രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂല് പറയും ഞങ്ങളോട് കളിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഞാഞ്ഞൂല് പാമ്പിൽ ഓരോ വർഗ്ഗം പോലെയാണ്. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് അവർക്കെല്ലാം വളരെ കൂടുതൽ കിട്ടുമ്പോൾ ഈ ഒരു സമുദായത്തിൽ മാത്രം കിട്ടുന്നില്ല എങ്കിൽ അതിനെ സ്നേഹിക്കുന്ന മുസ്ലിം സമുദായത്തിൽ ഈ 1 കോടിയോളം വരുന്ന വോട്ടർമാർക്ക് സഹിക്കാൻ പറ്റില്ല. അവർ പ്രതികരിക്കും, നിങ്ങൾക്ക് നട്ടിലിറക്കും. ഈ സതീശന് ഈ കുഞ്ഞാക്കടക്ക് നട്ടിലിറക്കും. ഇറക്കാതിരിക്കണമെങ്കിൽ വീണ്ടും പറയുകയാണ്, ഇതൊരു ആജ്ഞയോ അല്ലെങ്കിൽ താക്കിയതോ ഒരു വെല്ലുവിളിയൊന്നുമല്ല. സിമ്പിൾ കണക്കാണ് പറയുന്നത്. 2 പ്രാവശ്യങ്ങളിൽ മത്സരം ജയിച്ചവർക്ക് പരമാവധി സീറ്റ് കൊടുക്കരുത്. പിന്നെ 1 സീറ്റ് 2 സീറ്റൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊടുക്കുക, അത് അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് ചില നീക്കുപോക്കാണ്, അടവ് നയമാണ്, അത് കുഴപ്പമില്ല. അതുപോലെ ജനസംഖ്യ ഏതാണ്ട് അനുപാതികമായിട്ട് ഇത് 10% ഉള്ളവർക്ക് ഇപ്പോൾ 10% താഴെ വിഭാഗത്തിന് LDF കൊടുത്തിരിക്കുന്നത് 12 മന്ത്രിയാണ്, ക്യാബിനറ്റ് റാങ്കാണ്, ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ. അതിൽ ഈ 10-20 നമ്മൾ ഈ വിഭാഗത്തിൽ ശക്തമായ അമർഷമുണ്ട്. അവർ അത് വോട്ടിൽ പ്രതികരിക്കുക, അത് ശ്രദ്ധയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞ വർഷം ആറ്റിക്കലിലും ആലപ്പുഴയിലൊക്കെ കണ്ടത് BJPക്ക് വോട്ട് പോയതൊക്കെ, അതൊക്കെ അവരുത്. അതുപോലെ നിങ്ങളും ചെയ്താൽ അത് അപകടമാണ്. അത് കുഞ്ഞാക്ക് എന്താ മനസ്സിലാകത്തത്? കുഞ്ഞാക്ക് നിങ്ങൾ എത്ര വർഷമായി ഇനി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്? നിങ്ങളൊക്കെ വലിയ നേതാവ് ഇന്ന് കേരളത്തിലുണ്ടാവും, പിണറായി വിജയൻ മാറ്റി നിർത്തിയാൽ. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം പോലും നിങ്ങൾ ആവശ്യപ്പെടുന്നില്ലല്ലോ? ഞാൻ വീണ്ടും പറയണം, 100 വോട്ട് ചെയ്യുമ്പോഴേ 1 വോട്ട് മാത്രം കോൺഗ്രസ് കിട്ടുന്ന ഒരു വിഭാഗത്തിന് മുഖ്യ സ്ഥാനം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു, അല്ലെങ്കിൽ പാടുപെടുന്നു. അത് 100 വോട്ട് ചെയ്യുമ്പോൾ 35 വോട്ടിൽ കൂടുതൽ കിട്ടിയ ഒരു വിഭാഗമാണോ നിങ്ങളും ഞങ്ങളൊക്കെ? അവർക്ക് മുഖ്യ സ്ഥാനം ചോദിക്കാമെന്ന് നിങ്ങൾക്ക് ധൈര്യമില്ല. ആ ഒരു വെളുപ്പില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു മണ്ടത്തരം ഞങ്ങൾക്ക് സമുദായം നില അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മുസ്ലിമായി, നിങ്ങൾ മുസ്ലിമായി, അതാ മുസ്ലിം. നിങ്ങൾ മുസ്ലിം പേര് മാറ്റി നിങ്ങൾ എന്ത് തീവെട്ടുകളെ എന്ത് വൃത്തികെട്ട്, ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഇവിടെ എത്രയോ പാർട്ടികൾ ചെയ്യുന്നുണ്ട്, കക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന പ്രവൃത്തികൾ പാർട്ടികളില്ലേ, അതുപോലെ നിങ്ങൾ ചെയ്ത് നമുക്ക് പരാതിയില്ല. ഈ മുസ്ലിം എന്ന പേര് ഉപയോഗിക്കുമ്പോൾ അതൊരു കോമൺ നെയിമാണ്. ഞങ്ങളാ വിശ്വാസിയാണ്. ലോകത്തെ ഏറ്റവും ഒരുപക്ഷെ 2ാമത്തെ പാർട്ടിയാണ്, ഒരുപടി ഇതുള്ളതാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വളഞ്ഞ ബുദ്ധിയില്ല, നല്ല ബുദ്ധിയാണ്, ആത്മാർത്ഥയാണെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ നിഷ്കളങ്കത ചോദ്യം ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾ മുസ്ലിം എന്ന പേര് മാറ്റി ദേശീയ താരയിൽ വരണം. പിന്നെ നിങ്ങൾ സതീശനോടൊക്കെ പറയണം, നിങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാൾ കൊടുക്കണം. പിന്നെ പറയേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 2 പ്രാവശ്യങ്ങളിൽ മത്സരിക്ക് സീറ്റ് കൊടുക്കരുത്, മത്സരം ജയിച്ചവർക്ക്. ഈ 3 കാര്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ ഉറപ്പാണ്, നിങ്ങളുടെ സുരക്ഷ, നിങ്ങളുടെ UDF പറയേണ്ട ഉറപ്പാണ്. മറ്റേ ആര് എന്തൊക്കെ തലകുത്തി പറഞ്ഞ് എത്ര ഐക്യം ഉണ്ടായിക്കോട്ടെ, ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഒക്കെ ഉണ്ടായിക്കോട്ടെ, അവിടെ നിന്ന് വോട്ട് പോവില്ല, വോട്ട് കിടന്നത് ഇപ്പുറത്താണ്. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പരസ്യമായിട്ട് നിങ്ങൾ എതിർക്കിടരും. ആ എതിർപ്പ് 100% LDFന് വളരെ ഉറപ്പായിരിക്കും, LDFന് സുരക്ഷിതമായിരിക്കും. കേട്ടോ കുഞ്ഞാക്ക, ഇത് 4 കോൺഗ്രസ് പറയുമ്പോൾ അല്ലെങ്കിൽ 2 ലീഗുകാർ പറയുമ്പോഴല്ല, ചരിത്രവും യാഥാർത്ഥ്യവും സത്യവും വിധിയും എല്ലാം മനസ്സിലാക്കിയ 10-77 വർഷക്കാലം ജീവിച്ച ഒരു പാവം ഇന്ത്യൻ പൗരനാണ്, ഒരു മുസ്ലിം സമുദായക്കാരനാണ്. അതുകൊണ്ട് കുഞ്ഞാക്കയുടെ പ്രത്യേകമായി ലീഗുകാരുടെ പ്രത്യേകമായി നിങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്ന അസംബ്ലി ഇലക്ഷൻ കാത്തിരിക്കരുത്, വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പായിട്ട് നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് മാറ്റി ഒരു ദേശീയ ധാരയിൽ നിൽക്കണം. എങ്കിൽ നിങ്ങൾ വളരാൻ പറ്റും, നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാം. ആരും നിങ്ങൾ ചോദ്യം ചെയ്യില്ല. അതില്ലാത്തത് കാരണം നിങ്ങൾ ഒച്ചക്കൊടിയും കാണിച്ച് മുസ്ലിം ലീഗും പറഞ്ഞ് നടന്നാൽ നിങ്ങൾ ആ മുസ്ലിം ലേവൽ ഉപയോഗിച്ച് കുറച്ച് വോട്ട് കിട്ടി പലപ്പോഴും മുസ്ലിം ലീഗായിട്ട് നിൽക്കാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, ആരെങ്കിലും പറഞ്ഞാൽ, ആരെങ്കിലും വിലയിരുത്തിയാൽ കുറ്റം പറയാൻ പറ്റുമോ? ഉച്ചാക്ക കുറ്റം പറയാൻ പറ്റുമോ? 80 വർഷം കഴിഞ്ഞ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യയിൽ വന്നിട്ട് 80 വർഷം, 1-2 വർഷമല്ല, 80 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവസ്ഥ ഇതെന്താണ്? വളർച്ചയാണ് നോക്കുന്നത്. സ്വർഗത്തിൽ പോണ കാര്യം പറയാം, അത് ആത്മീയമാണ്, അത് ഞാൻ പറഞ്ഞു, അത് അല്ലാഹുദ്യമായിക്കട്ടെ. ഭൗതികമായിട്ട് നിങ്ങളുടെ അവസ്ഥ എത്തി. അത് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചില്ലേ? കേവലം 30 വർഷം പോലും കഴിയാത്ത BJP ഇന്ന് ഒറ്റക്ക് ഭരിക്കല്ലേ 3 ടേമായിട്ട്. 30 വർഷം NP തുടങ്ങിയത് 2010 ഫണ്ടം കിട്ടി, 30 വർഷം എടുത്തുള്ളൂ. നിങ്ങൾ 80 വർഷം കിട്ടിയിട്ട് നിങ്ങൾ എന്തുണ്ടായി? എന്തുണ്ടാക്കിയിട്ട് പറയടോ കുഞ്ഞാക്ക? അതിനൊറ്റക്കാരൻ നിങ്ങൾ ആ മുസ്ലിം പേര് ഉപയോഗിക്കുന്നുണ്ടല്ലേ? ഇതിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയും, ഞങ്ങൾ വെറുതെ അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഇതിന് അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നു, മറ്റൊക്കെ വരുന്നത് ആയിരക്കണക്കിന്.
കാരണം അവർക്കൊന്നും പ്രത്യേക ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല, വർഗീയതയില്ല, തീവ്രവാദമില്ല. ഭാരതത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ മാതൃരാജ്യം കണക്കാക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയും സഹോദരന്മാരെയും കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഒറ്റ ഒരു ഡിമാൻഡുള്ളൂ, മറ്റുള്ളവർക്ക് കിട്ടും പോലെ ആനുപാതികമായിട്ട് ഈ സമുദായത്തിന് കിട്ടണം. അത് ആർക്ക് വേണമെങ്കിൽ തീരുമാനിച്ചാൽ അത് പാർട്ടി തീരുമാനിച്ചോട്ടെ, നമുക്ക് പ്രശ്നമല്ല. ഞങ്ങളുടെ ഗ്രൂപ്പൊന്നും ഇന്ന ആൾക്ക് കൊടുക്കാൻ പറയില്ല. ഇവിടെ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചാൽ ഇത്രയും വലിയ സംഘടനയിൽ ചോദിക്കാതെയോ പിണറായി സഖാവിന് ചോദിച്ചത്. ആലുവയിൽ യൂസഫ് നിർത്തുമ്പോൾ കളമശ്ശേരി ഇബ്രാഹിം നിർത്തുമ്പോൾ പരസ്പരം നിർത്തരുത് കേട്ടോ. അപ്പോൾ അക്കാര്യത്തിലേക്ക് ബുദ്ധിയുള്ള പിണറായി സഖാവ് ഉള്ളോട് ഊറിച്ചിരിച്ച് എന്തൊക്കെ അറിയുമോ, ഇവിടെ മണ്ട ഇത്രയും ശക്തി വോട്ടുള്ള നിങ്ങൾക്ക് ഒരു 5 സീറ്റ് എവിടെയെങ്കിലും വേണമെന്ന് ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ ഗ്രൂപ്പിന്, പാർട്ടി വേണ്ട ഗ്രൂപ്പിന്. അത് ചോദിച്ചില്ല. യൂസഫിനെയും ഇബ്രാഹിം കുഞ്ഞിനെ അത് അവർ പറഞ്ഞു കൊടുത്ത്, യൂസഫ് സായി പറഞ്ഞു കൊടുത്ത്. യൂസഫ് നമ്മുടെ ബിസിനസ്സല്ല, ആലുവയിലെ യൂസഫ് MLA CPM-ൻ്റെ ആള്. ആ യൂസഫ് സാഹിബും ഇബ്രാഹിം കുഞ്ഞും തങ്ങൾ കാന്തപുരത്തെ കണ്ട് സ്വകാര്യ ഡിമാൻഡ് വെച്ച് തങ്ങൾ അല്ല മുസ്താദ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. പുള്ളി അതുപോലെ പറഞ്ഞു, തത്തമരം പോലെ. അപ്പം ബുദ്ധിമാനായ പിണറായി ഉള്ളുകൊണ്ട് ചിരിച്ചെന്നറിയോ, ഇത്രയും അവസരം കിട്ടിയിട്ട് ഒരു 5 സീറ്റ് ഞങ്ങൾക്ക് എവിടെയും വേണമെന്ന് പറയാൻ ചോദിച്ചില്ലല്ലോ. അപ്പോൾ മണ്ടന്മാരിൽ ചിരിച്ച്. അങ്ങനത്തെ മണ്ടത്തല്ല ഈ പറയുന്ന മൊയ്തീൻ ഷാ ഗ്രൂപ്പും. അവർ ആഴത്തിൽ വിഷയങ്ങൾ പഠിച്ചാൽ ചെന്നത് 100 വട്ടം ചിന്തിച്ച ശേഷമാണ് ഒരു വാക്ക് പുറത്തു പറയുള്ളൂ, അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറയുന്നതല്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ UDF ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നാശമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടേത് എല്ലാ സിമ്പതിയും എല്ലാ അനുകൂല ഘടകങ്ങളും ഞങ്ങൾ തിരിച്ചു വിടേണ്ടി വരും. ആ തിരിച്ചു വിട്ടാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടി നയിക്കുന്നത് LDF-നായിരിക്കും. അതുകൊണ്ട് വിഷയം വഷളാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.